യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടവരുടെ സാക്ഷ്യം ശിഷ്യന്മാർ വിശ്വസിക്കായിക മൂലം ഈശോ അവരെ ശാസിക്കുകയും അതോടൊപ്പം തന്നെ പുതിയൊരു ദൗത്യം അവരുടെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു വചനഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുക. നമ്മളെല്ലാവരും ഉദ്ധിതനെ പ്രഘോഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിനാൽ പ്രത്യേകം തിരഞ്ഞെടുത്ത് സാക്ഷ്യമായി തീരാനായിട്ട്, മാറപ്പെടാനായിട്ട് നമ്മളെല്ലാം അയക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നാം വായനയിൽ, ലേഖനത്തിൽ നമ്മൾ കണ്ടു, അവൻ പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. മരണം വരെ, അതേ കുരിശു മരണം വരെ അവൻ തന്നെ തന്നെ താഴ്ത്തി. ക്രിസ്തു എപ്രകാരമാണ് ഈ ലോകത്ത് പിതാവിനെ പ്രഘോഷിച്ചതെന്ന് ഈ വചനത്തിൽ നിന്നും വ്യക്തമാണ്. ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ഈ ലോകത്തിലായിരുന്നു കൊണ്ട് നന്മ ചെയ്ത് കടന്നുപോയി. ഇന്ന് നാമും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ ലോകത്തിൽ നന്മ ചെയ്യുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുമാണ്. എന്നാൽ ഈ കൊറോണയുടെ സമയത്ത് ലോകം മുഴുവൻ വേദനയിൽ ആഴ്ന്നിരിക്കുമ്പോൾ എപ്രകാരം ക്രിസ്തുവിൻ്റെ സന്ദേശം, ക്രിസ്തുവിൻ്റെ ജീവിതം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനുമായിട്ട് സാധിക്കും? ഒരിക്കൽ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത്? അവർക്ക് ഏറെ മറുപടികളുണ്ടായിരുന്നു. സ്നാപക യോഹന്നാനാണെന്നും ഏലിയായാണെന്നും പ്രവാചകൻ ഒരുവൻ തിരിച്ചു വന്നിരിക്കുന്നെന്നുമൊക്കെ. ഈശോ വ്യക്തിപരമായിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനുള്ള ഉത്തരം കൊടുക്കുന്നത് പത്രോസാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അവനെന്ന് പത്രോസ് അവിടെ സാക്ഷ്യം വഹിക്കുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് ഈ തിരുവൽത്താരയിലായിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞാനും ക്രിസ്തുവിനെ കണ്ടു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരെ മാത്രമല്ല, ക്രിസ്തു അവരിലൂടെ ജീവിക്കുന്നത് കണ്ടു. കാരണം കൊറോണ മൂലം നമ്മുടെ ഇടവകയിലും കുറേ പേര് വയ്യാതെ വിഷമിച്ച് കഴിയുന്നവരുണ്ട്. ആവശ്യ നേരത്ത് അവരുടെ ജീവിതത്തിലേക്ക് സഹായമായിട്ട് ഇറങ്ങിത്തിന്ന നല്ല മനസ്സുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ മനസ്സ് കാണിച്ചവർ ക്രിസ്തുവല്ലാതെ മറ്റാരാണ്? അവരിൽ ക്രിസ്തുവല്ലാതെ മറ്റാരാണ് ജീവിക്കുന്നത്? സഹാനുഭൂതിയെന്നോ മനുഷ്യത്വമെന്നോ അനുകമ്പയെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ഗുണങ്ങൾ അത് ക്രിസ്തുവാണ്. ഒരു പടി കൂടി കടന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അവരിൽ ക്രിസ്തു സജീവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊറോണ മൂലം ശരീരവേദനയുമായിട്ട് കഴിയുന്ന കുടുംബം, അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് നിവൃത്തിയില്ല. ഒരാൾ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് അവർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. അവരുടെ അടുക്കള 24 മണിക്കൂറും പുകയാൻ തുടങ്ങി. ആ ഭക്ഷണം അവരുടെ അടുത്ത് എത്തിക്കാൻ മറ്റൊരു സഹോദരൻ സ്നേഹത്തോടെ കടന്നു വന്നു. ഇവരിലൊക്കെ ക്രിസ്തുവല്ലാതെ മറ്റാരാണ് ജീവിക്കുക? മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. അതിനുവേണ്ടി സംഭാവനകളായിട്ട് സുമനസ്സനുകളുള്ള വളരെ പേര് നമ്മുടെ ഇടവകയിൽ നിന്ന് കടന്നു വന്നു. ഇവരെല്ലാം ക്രിസ്തുവല്ലാതെ മറ്റാരാണ് ജീവിക്കുന്നത്? സ്വന്തം അമ്മ വയ്യാതിരുന്നപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ചെറിയൊരു ഓക്സിജൻ സിലിണ്ടർ വീട്ടിൽ കരുതി വെച്ചു. ഇന്നതിൻ്റെ ആവശ്യം തീർന്നു. അപ്പോഴദ്ദേഹം അത് ഇടവകയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ട് കൊറോണ രോഗികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വെറുതെ തരികയാണ്. അദ്ദേഹത്തിൽ ക്രിസ്തുവല്ലാതെ മറ്റാരാണ് ജീവിക്കുക? ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം എല്ലാവരിലും ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒരു സഹോദരൻ ദാനമായിട്ട് നമ്മുടെ പള്ളിക്ക് നൽകുന്നു. അദ്ദേഹത്തിൽ ക്രിസ്തുവല്ലാതെ മറ്റാരാണ് ജീവിക്കുക? പലപ്പോഴും ഈ സമയത്ത് ജോലിയിൽ മുഴുകിയും വീഡിയോ ഗെയിം കളിച്ചും അതുപോലെ TV കണ്ടും വീട്ടിലിരിക്കേണ്ട യുവജനങ്ങൾ ഇന്ന് സജീവമായിട്ട് കൊറോണ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും മരുന്നെത്തിക്കുന്നതിനും അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഭവനങ്ങളിൽ എത്തിക്കുന്നതിനും ജാഗ്രതയോടെ നിലകൊള്ളുന്നു. അവരിൽ ക്രിസ്തുവല്ലാതെ മറ്റാരാണ് ജീവിക്കുക? തൻ്റെ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സിലിണ്ടറുകൾ അത് ക്ലീൻ ചെയ്ത് ഓക്സിജൻ നിറച്ച് ഇന്ന് പള്ളിയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്.
ആവശ്യമുള്ള രോഗികൾക്ക് ഓക്സിജൻ കൊടുക്കുന്നതിന് വേണ്ടി. അവരിൽ ക്രിസ്തുവല്ലാതെ മറ്റാരാണ് ജീവിക്കുക? ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ടായിട്ടും നേഴ്സുമാരും അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലുള്ള ഡോക്ടേഴ്സും ഏത് പാതിരാത്രിയിലും ഒരു സഹായത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രോഗിയുമായിട്ട് സംസാരിച്ച് അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൈമാറുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആവശ്യമുള്ള മരുന്നുകൾ കുറിക്കുന്ന ഡോക്ടേഴ്സ്, അവരിൽ ക്രിസ്തുവല്ലാതെ മറ്റാരാണ് ജീവിക്കുക? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിനുള്ള വലിയ തെളിവാണ് ഈ മനുഷ്യരെല്ലാവരും. സ്നേഹമുള്ളവരെ, കൊറോണ ഒരു വശത്ത് നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ക്രിസ്തു നമ്മെ ഇവരിലൂടെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, നമ്മോടൊപ്പം അവൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിന് വലിയ ഉദാഹരണങ്ങളാണിതൊക്കെ. ഈ കഴിഞ്ഞ ദിവസം 2 സഹോദരന്മാർ പള്ളിയിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ മെയിൻ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, എനിക്കിനി കൊറോണ വന്ന ആരെന്നെ നോക്കും? നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ കൂടെ കേട്ടിരുന്ന ആൾ പറയുകയാണ്, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ മോനോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മകനെന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനാണ് വീട്ടിൽ. ഞാൻ അവനോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വീഴ്ച വന്നാലും അവനൊരു പക്ഷെ നോക്കിക്കൊള്ളും. സ്നേഹമുള്ളവരെ, സ്വന്തം ജീവനും ജീവിതത്തിനും കുടുംബത്തിനുമൊക്കെ ഭീഷണിയാണെന്ന് അറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ ഇതുപോലെ സ്നേഹമായി, സാന്ത്വനമായി, സമാധാനമായി, ആശ്വാസമായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കാൻ കുറേ നല്ല മനസ്സുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ക്രിസ്തുവാണ്. മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അവരുടെ ജീവിതത്തിലേക്ക് നന്മയായി, കരുണയായി, സാന്ത്വനമായി, സമാശ്വാസമായി ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ ആക്രമണം മൂലം വേദനിക്കുന്ന, രോഗശൈലിയിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ തിരുരക്തത്താൽ അവരെ കഴുകി പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിയോടെ നമ്മുടെ നിയോഗങ്ങൾ ഈ തിരുസന്നിധിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.